എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്സും അറിഞ്ഞിരിക്കാൻ ഹൃദിസ്ഥമാക്കേണ്ട ഫോർമുലാസും അത് ഉൾക്കൊള്ളുന്ന പ്രോബ്ലംസ്, ഈ ടോപ്പിക്കുകൾ ഉൾക്കൊള്ളുന്ന പ്രോബ്ലംസും എല്ലാം വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. സാധാരണ പലിശ എപ്പോഴും ചോദിച്ച് കാണാറുള്ള, അപ്പോൾ അതിന് നമ്മൾ ഈ ഫോർമുലകൾ ബൈ ഹാർട്ട് ആക്കണം. സാധാരണ പലിശ പറഞ്ഞാൽ I സമം P ഇൻറ്റു N ഇൻറ്റു R ബൈ 100, PNR ബൈ 100. P എന്ന് പറഞ്ഞാൽ മുതൽ പലിശ, ഇത്ര രൂപ നിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നത്. I എന്ന് പറഞ്ഞാൽ പലിശ, ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് പലിശ. P എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിക്ഷേപിച്ച തുക, മുതൽ. N എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്ര വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ പറയാം. 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയാം N 2ആണ്. 3 വർഷങ്ങൾക്ക് ശേഷം അല്ല 5 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയാം N 5ആണ്. അതായത് N എന്ന് പറയുന്ന വർഷങ്ങളുടെ എണ്ണം. 6 പലിശ നിരക്ക്, 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 6 പലിശ നിരക്ക്. അതായത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കും ഒരു വർഷത്തിൽ 6% പലിശ നിരക്ക് എന്ന് പറയുന്നത് അതാണ് 6, അല്ലെ 5% പലിശ നിരക്കിൽ. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 എന്ന് പറയുന്നത് 5 ആയിരിക്കും. അത് ചോദ്യം നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇനി P സമം I ഇൻറ്റു 100 ബൈ NR. P കാണാനാ ചോദിച്ചതെങ്കിൽ, മുതലാ ചോദിച്ചതെങ്കിൽ I ഇൻറ്റു 100 ബൈ NR. I ഇൻട്രസ്റ്റും വർഷങ്ങളുടെ എണ്ണവും റേറ്റും ഒക്കെ തന്നിരിക്കും. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇത് ബൈ ഹാർട്ട്. ഈ ഫോർമുലയിൽ നിന്ന് ഡെറൈവ് ചെയ്തതാണ് ഇത് മൂന്നും. അതിൽ ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴി പറയാം. P ആ ചോദിച്ചെങ്കിൽ I ഇൻറ്റു 100 ബൈ NR. N ചോദിച്ചെങ്കിൽ I ഇൻറ്റു 100 ബൈ മറ്റേ 2 RP. 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്കാ ചോദിച്ചെങ്കിൽ I ഇൻറ്റു 100 ബൈ PN. ഈ ഫോർമുലാസ് ബൈ ഹാർട്ട് ആക്കി വെക്കുക. ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ധാരാളം പ്രോബ്ലങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല സെൽഫ് കോൺഫിഡൻസോടുകൂടി കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഫുൾ മാർക്കും മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിന് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി ഒരു ഡെയിലി ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം എടുത്ത് പഠിക്കുക. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. ഹാർഡ് വർക്ക് ചെയ്യുക, അല്ല സക്സസ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. 12,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 3 വർഷത്തെ പലിശ എത്ര എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ആ ഫോർമുല അങ്ങ് എഴുതുക. I സമം P ഇൻറ്റു N ഇൻറ്റു R ബൈ 100. P എന്ന് പറയുന്നത് ഇവിടുത്തെ തുകയാണ് 12,000. N എന്ന് പറയുന്നത് വർഷങ്ങളുടെ എണ്ണമാണ്. 6 പലിശ നിരക്ക്. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് I കാണാം. I സമം P ഇൻറ്റു N ഇൻറ്റു R ബൈ 100. P എത്രയാന്ന്? ആ തുക 12,000 ഗുണം എത്ര വർഷത്തേക്ക്? N എന്ന് പറയുന്നത് വർഷങ്ങളുടെ എണ്ണം 3 ഇൻറ്റു ഇത് 6 പലിശ നിരക്ക്. ഈ ഫോർമുല അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് വരും? 120 ഗുണം 3 ഗുണം 12, അതായത് 360 ഗുണം 12 വരും. 4,320 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 4,320 ബി ആണ് ഉത്തരം. ഒരു ബാങ്കിൽ 4 വർഷത്തേക്ക്, അതായത് എന്ന് പറയുന്ന 4 വർഷത്തേക്ക് ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചാൽ തുക ഇരട്ടിയാകുന്നു. അപ്പൊ തുക എത്ര മടങ്ങാകുന്നു അതാ നോക്കണ്ടേ. എത്ര മടങ്ങാകുന്നു? 2 മടങ്ങ്. ഇരട്ടി എന്ന് പറയാൻ 2 മടങ്ങ്. 3 മടങ്ങാണെങ്കിൽ പലിശ നിരക്ക് കാണാൻ 200 ബൈ N. തുക 5 മടങ്ങാണെങ്കിൽ പലിശ നിരക്ക് കാണാൻ 400 ബൈ N. ഇവിടെ 2 മടങ്ങായതുകൊണ്ട് പലിശ നിരക്ക് 6 കാണാൻ 100 ബൈ N. അതായത് 100 ബൈ ഇവിടെ എത്ര വർഷം? N. ഈ ഫോർമുല അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 25. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 25 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് 25%. എന്നിട്ടുണ്ട് എത്ര രൂപ നിക്ഷേപിച്ചത്? P 15,000 രൂപ. എന്നും തന്നിട്ടുണ്ട്. എത്ര? 2 വർഷം. ഇനി പലിശയും തന്നിട്ടുണ്ട്. I എത്രയാണ്? 1,650 രൂപ. നമ്മൾ ചോദിച്ചേക്കുന്ന പലിശ നിരക്ക് 6 ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ആ ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെക്കാൻ പറഞ്ഞ ഫോർമുല R സമം I ഇൻറ്റു 100 ബൈ PN. ഈ വാല്യൂ ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പലിശ എത്രയാണ്? 1,650.
ഇവിടെ 8% പലിശ നിരക്ക് പലിശയ്ക്ക് നിക്ഷേപിച്ച തുക 100% വളർച്ച എത്തണമെങ്കിൽ എത്ര വർഷം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വർഷം കാണാൻ എന്ത് ചെയ്താൽ മതി? 100/6. അതായത് 100% വളർച്ചയാണ്. 100/6. അതായത് 100/6 എത്രയാണ്? 8. 100/8 എന്ന് പറഞ്ഞാൽ 12.5 വരും. 12.5%. 12 8 96.80. 12.5. 12.5. അതായത് 12.5. അല്ലെ 100/8. അത് മിശ്രഭിന്നത്തിൽ നോക്കാം. 12 8 96. ശിഷ്ടം 4. ഹരണഫലം 12 വന്നു. ശിഷ്ടം എത്ര വന്നു? 4. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 8 കൊണ്ട്. ഈ 4/8 നമുക്ക് കട്ട് ചെയ്യാം. 1/2. 12ഉം 2 അല്ലെങ്കിൽ 100നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. 12.5%. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇത് 3 മടങ്ങാകും. നിക്ഷേപിച്ച തുക 3 മടങ്ങാകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? എത്ര വർഷം വേണം? നമ്പർ ഓഫ് ഇയേഴ്സാണ് ചോദിച്ചേക്കുന്നത്. 3 മടങ്ങാണ് ചോദിച്ചെങ്കിൽ 3 × 100. അതിൽ നിന്ന് 100 കുറയ്ക്കണം. 200 വരും. 200/6 വരും. n = 200/6 ആ ഫോർമുല. സമം 20 വരും. 20 വർഷം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 20 വർഷം. 5 മടങ്ങാണ് ചോദിച്ചെങ്കിൽ 400/6 വരും. n ചോദിച്ചുകൊണ്ടാണ് അങ്ങനെ. 6 ചോദിച്ചെങ്കിൽ 200/n എന്ന് വന്നേന്. ആ ഫോമുല ഇത് ഈ ക്ലാസ്സിൽ ആദ്യം പഠിപ്പിച്ച ആ ഫോമുല ബൈഹാർട്ടാക്കി വെക്കുക. ഏതാ ചോദിച്ചതെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3 മടങ്ങാന്നേൽ n = 200/6. 6 തന്നിട്ടുണ്ട് 10%. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും. 2026 ധാരാളം PSC എക്സാംസ് ആണ് വരുന്നത്. 3 മാർക്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Thank you.